എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ മഴ പെയ്യുമ്പോഴും അവിടെ പരിശോധനകൾ തുടരുകയായിരുന്നു. റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആർ ജയദേവൻ നമുക്കൊപ്പം ഉണ്ട്. ആർ ജയദേവൻ, ഇപ്പോൾ 10ാമത്തെ ദിവസമാണ് തെരച്ചിൽ നടക്കുന്നത്. സൈന്യം കാര്യക്ഷമമായി എല്ലാ കാര്യങ്ങളും അവർക്ക് പറ്റുന്നതിന്റെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ നദിയിലെ അടിയൊഴുക്ക്, നദിയുടെ അടിത്തട്ടിന്റെ സ്വഭാവമാറ്റം, അതൊക്കെയാണ് ഇപ്പോൾ വെല്ലുവിളിയായി നേവി തന്നെ പറയുന്നത്. നമസ്കാരം മാഡം. അതുതന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആശാവഹമായ ദിവസമാണ്. നേരത്തെ ചർച്ചയിൽ വന്നപ്പോഴേക്ക് പറഞ്ഞിരുന്നു ഇന്നലെ നമ്മുടെ ദിവസമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെയും മിനിഞ്ഞാന്നാണ്. കാരണം ഈ ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്ന് തിരയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു നിഗമനം തീർച്ചയായിട്ടും പുഴ അരികിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ഏതാണ്ട് പുഴയുടെ അരികിൽ നിന്നും അത്ര വ്യത്യാസമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ട്രക്ക് കിടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ വരെയുള്ള നിഗമനം. അതിന് മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അത് കണ്ടെത്താനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള 2 സംവിധാനങ്ങളാണ് ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒഴുക്ക് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. ഇത്രയും ഹ്യൂജ് മണ്ണിടിച്ചിലിന്റെ മണ്ണും മറ്റ് വസ്തുക്കളും വന്ന് അടിഞ്ഞുകൂടുമ്പോൾ സ്വാഭാവികമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഞെരുക്കം സംഭവിക്കും. ആ ഞെരുക്കം സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? ഈ ജലം ഏതെല്ലാം വഴിയിലൂടെ ഒഴുകിപ്പോണം എന്നുള്ള ആ ഒരു തീവ്രത അത് മറ്റ് സ്ഥലങ്ങളെക്കാളും, പുഴയുടെ മറ്റ് ഭാഗങ്ങളെക്കാളും തീർച്ചയായിട്ടും 8 പ്രഹരമായിരിക്കും അവിടെ ഏൽപ്പിക്കുന്നത്. അത്രയും ഫ്ലോ ഉണ്ടാവും, കറണ്ട് അത്രയും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിനെ ലഘൂകരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമുക്കറിയാം ഈ നദിയിലുണ്ടായിരിക്കുന്ന കൂനയുടെയൊക്കെ 2 വശങ്ങളിലൂടെ മാത്രമേ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് അവിടെ പൂർണ്ണമായിട്ട് അത് അടയ്ക്കുക എന്നുള്ളൊരു പ്രക്രിയ, അത് വളരെ അസാധ്യമായിരിക്കുമെന്നാണ്. അത് പഠിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അവിടെ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതാണ്ട് മധ്യഭാഗം വരെ നമുക്ക് ഫ്ലോ ഇല്ലാത്തൊരു അന്തരീക്ഷം അവിടെ കിട്ടും. പക്ഷെ അതൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അതിൽ നല്ലത് ഈ ഭൂമി വെച്ച് അവിടെ ഒത്തിരി കൂടി വിസ്താരമാക്കി കൊടുത്തിട്ട് തീർച്ചയായിട്ടും ആ ഒഴുക്കിന്റെ തീവ്രത കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇന്ന് മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് മുന്നേ വാഹനത്തിൽ എന്തെങ്കിലും റോപ്പ് സംവിധാനങ്ങൾ ടച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അതല്ലാണ്ട് മറ്റു മാർഗങ്ങളൊന്നും അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്